നമസ്കാരം. വെറുമൊരു തിരിച്ചടിയല്ല പാകിസ്ഥാൻ ഭീകരവാദികൾക്ക്, അത് TRF ആയാലും ലഷ്കർ ഇ തൈബ ആയാലും ഏതവനായാലും ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി യാത്ര വെട്ടിച്ചുരുക്കി. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ടും ഒക്കെ തന്നെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആശയവിനിമയം നടത്തി. അറബ് രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തി. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി എത്തിയാലുടൻ തന്നെ ഇവിടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക്, ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ സർജിക്കൽ സ്ട്രൈക്ക്, ആഗോള ഭീകരവാദം ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായുള്ള സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാന് മേൽ, പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് മേൽ ഇന്ത്യ നടത്തിയിരിക്കും, ശക്തമായി തിരിച്ചടിച്ചിരിക്കും. ഇന്ത്യയിൽ കൊല്ലപ്പെട്ട ഓരോ പൗരന്റെയും ഹൃദയം നുറുങ്ങി വിതുമ്പുന്ന ഓരോ കുടുംബങ്ങളുടെയും കണ്ണീരിൽ കുതിർന്ന ആ ജീവിതം ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്നത് ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് നൽകിയിരിക്കും. കശ്മീരിനെ അശാന്തമാക്കിക്കൊണ്ട് ശാന്തമായി കിടന്നുറങ്ങിയിരുന്ന കശ്മീർ ജനതയെ ഭീകരതയുടെ, ദുരിതത്തിന്റെ, ദുഃഖത്തിന്റെ ആ പടുകുഴിയിലേക്ക് തള്ളിവിട്ടവൻ ഏതവനായാലും, ഏത് സംഘടനയായാലും, ഏതവൻ പ്ലാൻ ചെയ്താലും ശക്തമായി തിരിച്ചടിച്ചിരിക്കും, ശക്തമായി കൃത്യമായ മറുപടി നൽകിയിരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ രാഷ്ട്രപതി അടക്കം ശക്തമായി ഈ ഒരു സംഭവത്തെ അപലപിച്ചിരിക്കുന്നു. ഏതാണ്ട് 30-നടുത്ത്, കൃത്യമായി സംഖ്യകൾ അറിയാൻ സാധിക്കുന്നതേ ഉള്ളൂ, 27-28 പേരാണ് കൊല്ലപ്പെട്ടത്. ജാതി ചോദിച്ച്, കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട്, ഇസ്ലാം അല്ല എന്ന് മനസ്സിലാക്കി പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന കൊടും ഭീകരത, കണ്ണിൽ തീപാറുന്ന തീക്ഷ്ണമായ പ്രതികാരദാഹത്തോടെ തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ത്യ നിൽക്കുന്നത്, ഇന്ത്യയിലെ ഓരോ പൗരനും നിൽക്കുന്നത്. ഇതിനിടയിൽ കുറെ രാജ്യദ്രോഹികൾ കേരളത്തിലടക്കമുണ്ട്, അവരെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇത് BJP പ്ലാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ചെറ്റകളുണ്ട്, അവർക്കുള്ള മറുപടി പിന്നീട് കൊടുക്കാം. തീർച്ചയായിട്ടും ഇത് ആഗോള ഭീകരതയുടെ മറ്റൊരു വികൃതമായ മുഖമാണ് കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ നമ്മൾ കണ്ടത്. ഒരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇത്തരം സംഭവ വികാസങ്ങൾ, സുരക്ഷാ കാരണങ്ങൾ ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലരും പറയുന്നുണ്ട്, കോൺഗ്രസ് അടക്കം പറയുന്നുണ്ട്. പക്ഷേ സുരക്ഷാ പാളിച്ചയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഭീകരതയുടെ ആ രക്തവാഹികളായ ഭീകരന്മാർ കശ്മീരിൽ എത്തി രക്തം ചിന്തിയിരിക്കുന്നു ഇന്ത്യൻ ജനതയുടെ. ഇത് 27 പേരുടെ അല്ലെങ്കിൽ 28 പേരുടെ രക്തത്തിന്റെ കഥയല്ല, ഇന്ത്യൻ ജനതയുടെ, ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ നിന്നാണ് രക്തം പൊടിയുന്നത്. അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം തീർച്ചയായിട്ടും അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെ കുറിച്ച് പ്രധാനമന്ത്രി വിശദമായി പ്ലാൻ ചെയ്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ടും വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായിട്ടും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ഒരു സർവകക്ഷി യോഗം വിളിക്കാനുള്ള സാധ്യതയുമുണ്ട്. ശക്തമായ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത, മുമ്പ് ലോകം കാണാത്ത രീതിയിലുള്ള മറുപടിയായിരിക്കും പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഇന്ത്യ നൽകുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ ആർമിയുണ്ട്, ഇന്ത്യയുടെ മറ്റ് ഫോഴ്സുകളുണ്ട്, BSF ഉണ്ട്, എല്ലാവരുമുണ്ട്. ഏത് രീതിയിൽ എങ്ങനെ ആട്ടിക്കിട്ടും? പാകിസ്ഥാൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്, പാകിസ്ഥാൻ നടുങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുമോ എന്നുള്ള ഒരു ഭയത്താലാണ് പാകിസ്ഥാൻ ഇങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ സൈനിക മേധാവി അടക്കം ഇന്ത്യയെ ഇകഴ്ത്തിക്കൊണ്ട്, ഇന്ത്യയെ മോശമാക്കിക്കൊണ്ട് സംസാരിച്ചിരുന്നു, ഇന്ത്യയെ വെല്ലുവിളിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത് എന്നത് ഒരു ചെറിയ കാര്യമായി നമുക്ക് കണക്കാക്കാനാകില്ല, നിസ്സാര കാര്യമായി ലാഘവത്തോടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് അത് ആത്യന്തികമായിരിക്കും. ഒറ്റ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് ഒരു രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള സൈനിക ശേഷിയും പ്രഹരശേഷിയും ഒക്കെയുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഭീകരവാദികൾക്കും മനസ്സിലാക്കി കൊടുത്തിരിക്കും, യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നു, തിരിച്ചടിച്ചിരിക്കും, ശക്തമായി തിരിച്ചടിച്ചിരിക്കും. ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന ഇന്ത്യക്കാരെ ഓർത്ത് നാണം, നമുക്ക് ഒരുതരം ലജ്ജ തോന്നുകയാണ്. ഇത്രയും വൃത്തികെട്ടവന്മാർ, ചെറ്റകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവരെ കുറിച്ച് പിന്നീട് പറയാം. അവർക്കുള്ള മറുപടി പിന്നീട് തന്നിരിക്കും എന്നുള്ളതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സർജിക്കൽ സ്ട്രൈക്ക് ഈസ് ഓൺ. സർജിക്കൽ സ്ട്രൈക്ക് വിൽ ബി ഡൺ ഇൻ സെക്കൻഡ്സ്, വിൽ ബി ഡൺ ഇൻ മിനിറ്റ്സ്. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്കും കാത്തിരിക്കാം. ബ്രാൻഡിംഗ് പാർട്ണർ
എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.